പലസ്തീന്റെ പ്രത്യാക്രമണം ഭയന്ന് ഇസ്രായേലിന്റെ അതിർത്തിയിൽ നിന്ന് പൗരന്മാരോട് പ്രദേശം വിട്ട് മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലേക്ക് പോരാൻ വേണ്ടിയിട്ട് സർക്കാർ ആവശ്യപ്പെട്ടു. ടെൽ-അവീവിന്റെ ഭാഗങ്ങളിലൊക്കെ ഇനി വലിയ രീതിയിൽ അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ വ്യാപകമായ രീതിയിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ ഒരുങ്ങുകയാണ്. നഗരപ്രാന്ത പ്രദേശത്തിൽ ഏറെക്കുറെ മധ്യ ഇസ്രായേലിനോട് ചേർന്നുകൊണ്ടാണ് ഇത്തരം അഭയാർത്ഥി ക്യാമ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. ഫലസ്തീന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസും ഇസ്രായേലിന്റെ ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്തായിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പൊ ഏത് തരത്തിൽ എങ്ങനെയാണ് ആക്രമണം ഉണ്ടാവുക എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. മുൻപ് ലെബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് 700ഓളം ഇസ്രായേലികളെ ഗവൺമെന്റ് കുടിവയ്പ്പിക്കുകയും മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ അകത്ത് പൗരന്മാർക്കിടയിൽ പൗരന്മാരും സർക്കാരും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നം നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ മേഖലയിൽ നിന്ന് കുടി ഇറക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ, കുടി ഇരുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ലെബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഇപ്പോഴും പരിഹാരമുണ്ടാക്കാത്ത സർക്കാരാണ് നിങ്ങളുടേത്, നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ വരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ജനങ്ങളും സർക്കാരും തമ്മിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നം നിലനിൽക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾ വലിയ രീതിയിൽ ഒരുങ്ങുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധത്തെ ഭയപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ, രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിൽ